ഹലോ ഗായ്സ്, റിപ്പബ്ലിക് ഡേ അന്ന് ഞാനും ടീച്ചറും എല്ലാവരും കൂടി നീതു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. എന്തിനാണെന്നല്ലേ, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. നമ്മളത് ഇന്ന് അവിടെ അർത്തുങ്കപ്പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പം നീതു ചേച്ചിയുടെ വീട് അർത്തുങ്കപ്പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അതേ അങ്ങോട്ടൊക്കെ ബസ് കയറി, ആദ്യം ബോട്ടിൽ കയറി, അത് കഴിഞ്ഞ് ബസ് കയറി മിസ്സിനെ മീറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ചേർത്തുള്ള സ്റ്റാൻഡിൽ നിന്ന് അതേ നീതു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് നീതു ചേച്ചി വന്ന് നമ്മളെ പിക്ക് ചെയ്തു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് അവരറിയണേ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞത് നല്ല ചിക്കനും മീൻകറിയും മോരും അച്ചാറും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കൂട്ടി ചോറ് വെച്ചിട്ടോ നല്ല മോരേറിയാണെന്ന്. അപ്പം ഇത് രണ്ട് രാഹത്തിൻ്റെ പിള്ളേരാണ്, രാധേശയുടെ പിള്ളേരാണ്. അവരോടൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അർത്തുങ്ക പള്ളിയിലോട്ടാണ്. അവിടെ ഇച്ചിരി നടന്നാൽ മതി. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് നേരം ചെന്നപ്പോൾ തന്നെ റാത്ത് പിള്ളേരെ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് ഒതുക്കി വേറൊന്നിലും കൊണ്ടുപോരുമെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ടത് അവിടെയൊക്കെ നടന്ന് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് കുറച്ച് നേരം കാലൊക്കെ നനച്ച് പിള്ളേരൊക്കെ ഒന്ന് നൈസായിട്ട് കുളിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ ആണെങ്കിൽ മീൻ മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മീൻ ഉണക്കമീൻ. അവിടെ ചെന്ന് നമ്മൾ വരാമല്ലോ, പക്ഷേ എന്തുമായിരുന്നു, എന്തോ ഒരു ഉണക്കമീനൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ സച്ചുവിന് സ്ട്രോബെറിയൊക്കെ കൊടുത്തു. ഇങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസ് പിള്ളേർക്ക് ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ട് ഞാനതൊക്കെ മേടിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ അൺഹെൽത്തി ആയിട്ട് കുറച്ച് ലേസും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൂസിൻ്റെ കൂടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ബിന്ദു ആൻറ്റിയുടെ അരങ്ങേറ്റായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഡാൻസൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു അമ്പലത്തിൽ പോകുന്നത്, പക്ഷെ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ ഡാൻസൊക്കെ കണ്ടിട്ടോ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പേര് ഡാൻസ് കളിച്ചെങ്കിലും എനിക്ക് അധികം അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും നല്ലത് ആക്ട് കാണാനാണ്, അതും കൊണ്ടിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന വഴിക്ക് തട്ടുകട കയറി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല സുട ദോശ അവിടെ കിടന്ന് ചുട്ടത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ബൈ.